നമസ്കാരം. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 608 608. ഓം ഗം ഗണപതയേ നമ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമ. ഓം ശ്രീ രംഗനാഥശർമ്മണേ നമ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 608 102 സർഗം ഭഗവാന്റെ മധുരാപ്രവേശം എന്നുള്ള ഭാഗത്തിലെ 20ാമത്തെ സർഗത്തിലെ 20ാമത്തെ ശ്ലോകമാണ് പറഞ്ഞ് നിർത്തിയത്. പാറും മയിൽപ്പീലി വെളുത്ത ഗോപി നൽ കുങ്കുമപ്പൊട്ടും മണിപ്പതക്കം സുവർണ പീതാംബരം ഈ വിധത്തിൽ വിളങ്ങിനാൻ വിശ്വമനോഹരാംഗൻ എന്ന് പറഞ്ഞിട്ടാണ് നിർത്തിയത്. ഇനി 21ാമത്തെ ശ്ലോകം മുതൽക്ക് തുടങ്ങണം. അതേ വിധം താൻ അനുജൻ്റെയൊപ്പം ശോഭിച്ചു പൊൻകാന്തി കലർന്ന രാമൻ. ബലരാമനെ പറ്റി വിശേഷിപ്പിക്കുകയാണ്. അതേ വിധം കൃഷ്ണൻ എങ്ങനെ വിളങ്ങി? അതേ വിധം താൻ അനുജൻ്റെയൊപ്പം, കൃഷ്ണൻ്റെ ശ്രീരാമാവതാരത്തിലെ ഏട്ടൻ്റെ ഒപ്പം എന്നാണ്, ഇവിടെ അനിയൻ്റെ ഒപ്പമാണ്. അതാണ് ശ്രദ്ധിക്കേണ്ടത്. ശോഭിച്ചു പൊൻകാന്തി കലർന്ന രാമൻ വൈഢൂര്യരത്നാഭരണങ്ങൾ ചാർത്തി നീലാംബരൻ നിസ്തുലശീലരമ്യൻ. നിസ്തുലശീലരമ്യൻ, നിസ്തുലമായ ശീലത്തിൽ രമിക്കുന്നവൻ. 22ാമത്തെ ശ്ലോകം. കിളർന്ന മന്ദസ്മിതം എന്തും ഉണ്ണിക്കിടാങ്ങൾ തൻ കാന്തികൾ കണ്ടതോടെ. ഈ ഉണ്ണികളുടെ കാന്തി മധുരാനിവാസികൾ ആദ്യം കാണുക. അവരതിൽ ആകൃഷ്ടരായി. കിളർന്ന മന്ദസ്മിതമെന്തുമുണ്ണിക്കിടാങ്ങൾ തൻ കാന്തികൾ കണ്ടതോടെ പ്രപഞ്ചവിഭ്രാന്തികളാകമാനം അകന്ന അകക്കാമ്പലിവാർന്നു മിന്നി. അതായത് ശരിയായ വസ്തുവിനെ, ശ്രേഷ്ഠമായ വസ്തുവിനെ കണ്ടാൽ, തനി പത്തരമാറ്റ തങ്കത്തിനെ കണ്ടാൽ കാചത്തിന് പിന്നെ വിലയില്ല. കാചം എന്ന് പറഞ്ഞാൽ എന്താ പറയുക, കാക്ക, പൊന്ന്. അപ്പോൾ പ്രപഞ്ച വിഭ്രാന്തികളാൽ ആകമാനം അകന്ന അകക്കാം ബലിവാർന്നു മിന്നി. ആൾക്കാർക്ക് പ്രപഞ്ച ദൃഷ്ടി മാറി പ്രപഞ്ചത്തിൻ്റെ നിയാമകന്മാരായിരിക്കുന്ന ഈ ബലരാമനെയും കൃഷ്ണനെയും അവർ ആക്സെപ്റ്റ് ചെയ്തു. സ്വന്തം മനസ്സിൽ വെച്ച് ആരാധിച്ചു എന്നൊക്കെ വേണമെങ്കിൽ പറയാം. താനൊട്ടു തോറ്റിയിടലുമില്ല, മറ്റുള്ളവൻ ജയിച്ചിടലുമില്ല ഖേദം. വേദാന്തത്തിൻ്റെ അതിപ്രസര. താനൊട്ടു തോറ്റിയിടലുമില്ല, ഞാൻ തോറ്റാലും എനിക്ക് പ്രശ്നമില്ല, മറ്റുള്ളവർ ജയിച്ചിടലുമില്ല ഖേദം. അതൊരവസ്ഥയാണ്. ഇതൊന്നും എന്നെ ബാധിക്കില്ല. പണക്കണക്കേവനുമില്ല, പണ്ടം പൊതിഞ്ഞു വെച്ചിടലുമില്ല പിന്നെ. പണക്കണക്കേവനുമില്ല, കാശിൻ്റെ കാര്യം അല്ലേ, മരണസമയത്തെ വല്ലതും ഉപകരിക്കുമോ? ഇല്ല. പിന്നെയോ പണ്ടം പൊതിഞ്ഞു വെച്ചിടലുമില്ല പിന്നെ. പിന്നെന്താ? അതാണ് പിന്നെ പറയാൻ പോണത്. അങ്ങിങ്ങ് അലഞ്ഞിടിൽ മടുത്തുകൊണ്ട് അങ്ങിങ്ങലിഞ്ഞിടിൽ മടുത്ത് കൊണ്ടൽ വർണ്ണൻ്റെ നേർക്ക് ഉൾത്തടമാഞ്ഞടുത്തു. അതായത് അങ്ങിങ്ങ് അലഞ്ഞിട്ടും മടുത്തു. തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറും നടന്നിട്ട് മടുത്തു. കൊണ്ടൽ വർണ്ണൻ്റെ, ശ്രീകൃഷ്ണൻ്റെ നേർക്ക് ഉൾത്തടമാഞ്ഞടുത്തു. മനസ്സ്, എല്ലാവരുടെയും മനസ്സ് ഈശ്വരനിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ തുടങ്ങി, പരബ്രഹ്മത്തിൽ. സംഗീത സാഹിത്യ പുരാണ ശാസ്ത്ര പരിശ്രമം പോലും ഉടൻ വെറുത്തു. സംഗീതം, സാഹിത്യം, പുരാണം, ശാസ്ത്രം, പരിശ്രമം, ശാസ്ത്രപരിശ്രമം എന്നാ ഇതിനോടൊക്കെ പരിശ്രമിക്കണം. പരിശ്രമിക്കാതെയാണ് കാര്യം നടക്കുക. ആ പരിശ്രമം പോലും ഉടൻ വെറുത്തു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കിട്ടേണ്ടതിന് കിട്ടി, കാണേണ്ടതിനെ കണ്ടു, കണ്ണിന് സായൂജ്യായി.
മനസ്സ് നിറഞ്ഞു. അതാണ് സംഗീത സാഹിത്യ പുരാണ ശാസ്ത്ര പരിശ്രമം പോലും ഉടൻ വെറുത്തു. ഈ സംഗീതവും സാഹിത്യവും പുരാണ ശാസ്ത്രമൊക്കെ പരിശ്രമിച്ച് പഠിക്കണം എന്തിനാ? ഈ ഭഗവാന്റെ തിരുപാദ പത്മത്തെ അഭയം പ്രാപിക്കാൻ വേണ്ടിയിട്ടാണ്. ആ സച്ചിദാനന്ദ ഘനശ്യാമനായിരിക്കുന്ന ഭഗവാനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ആവശ്യമില്ല. നോക്കൂ, ഓരോ വ്യക്തികൾക്കും അവരവരുടെ ജീവനാണ് വലുത്. ആ ജീവൻ്റെ പര്യായാണ് രാമൻ, കൃഷ്ണൻ, ശിവൻ എന്നൊക്കെ. അതിനെ അറിയാനുള്ള വിദ്യയാണ് പുരാണ ശാസ്ത്ര പരിശ്രമങ്ങൾ. അപ്പോൾ കിട്ടേണ്ടത് കിട്ടി, കാണേണ്ടത് കണ്ടു, ഫിനിഷ്. പിന്നെ ഒന്നും ബാക്കിയില്ല. ആ ഒരു അവസ്ഥയിലേക്ക് എത്തണം. നിരർത്ഥവാദ പ്രതിവാദമില്ല, അർത്ഥമില്ലാത്ത വാദിപ്രതിവാദങ്ങളും ഇല്ല എന്നർത്ഥം. നിരർത്ഥം, അർത്ഥമില്ലാത്തത്. വാദപ്രതിവാദമില്ല, മറ്റോന് വേണ്ടാതെ പഴിക്കലില്ല. ഭഗവാൻ നമ്മൾക്ക് ഭഗവാനിൽ നമ്മൾക്ക് ആശ്രയം കിട്ടി വിചാരിക്കുക. പിന്നെ നമ്മൾ എന്തിനാ മറ്റുള്ളവരെ പഴിക്കണത്? നമ്മൾ കാര്യം നടന്നില്ല, ഇനി എന്ത് വേണം? ഇതൊക്കെ പോസിബിൾ ആണോ? ഇതുകൊണ്ട് കാര്യം വല്ലതും നടക്കുമോ? നടക്കും. ഭഗവാന്റെ പാതാരവിന്ദത്തിൽ അഭയം പ്രാപിച്ചവരുടെ വെൽബീങ്സ് അദ്ദേഹം നോക്കാതെ ഇരിക്കില്ല. ഇന്നലെ ഒരു 8:30 മുതൽ ഇപ്പോഴും എൻ്റെ ഹാങ് ഓവർ മാറിയിട്ടില്ല. കാരണം 8:30 കറക്റ്റ് ആകുമ്പോഴേക്കും മോൻ വീഡിയോയിൽ വന്നിട്ട് പറയാം, ഐ എം സോ ബിസി. അച്ഛൻ്റെ ഒരു ഗുഡ് ഫ്രണ്ട് ഇന്ന് എന്നെ കാണാൻ വരികയാണ്. എവിടെ? ഡെൻമാർക്കിൽ. ഞാൻ വിചാരിച്ചു ആരുടെ എൻ്റെ ഫ്രണ്ട്? അപ്പോൾ ഞാൻ ഇതിൻ്റെ മുമ്പേയും പറഞ്ഞിട്ടുണ്ട്, ചായപ്പൊടി കച്ചവടം ചെയ്തിട്ടുണ്ട്, തുണിക്കച്ചവടം ചെയ്തിട്ടുണ്ട്, കുറി നടത്തിയിട്ടുണ്ട്. ഒരു 14 കൊല്ലം എയർലൈൻസ് ഫ്രീലാൻസ് എയർ ടിക്കറ്റ് ബിസിനസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അന്നത്തെ നിലവാരത്തിൽ IIT ബോംബെയിൽ 450 ഫാക്കൽറ്റി ഉണ്ടായിരുന്നുള്ളൂ. അതിൽ മെജോറിറ്റി ഒരു 350 ആൾക്കാർ എൻ്റെ കസ്റ്റമേഴ്സായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ പേര് പറയണില്ല, കാരണം ഒഫീഷ്യൽ കാര്യങ്ങളല്ലേ. എനിക്ക് വേണ്ടപ്പെട്ടൊരു പ്രൊഫസർ ഈ സെപ്റ്റംബർ 5-ാം തീയതി കൂടി ഞാൻ അദ്ദേഹത്തിന് ഹാപ്പി ടീച്ചേഴ്സ് ഡേ ഗ്രീറ്റിംഗ്സ് അയച്ചു. അതിൽ ഞാൻ എഴുതിയ വാചകം എന്താ വെച്ചിട്ടുണ്ടോ? ദിസ് ഇയർ ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ടു മീ ബിക്കോസ് എൻ്റെ മകൻ ഇന്ന സ്ഥലത്ത്, ഞാൻ സ്ഥലം പറയില്ല, പുറത്ത് വലിയൊരു യൂണിവേഴ്സിറ്റിയിൽ, ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയിൽ 2023 മാർച്ച് മുതൽക്ക് റിസർച്ചർ പോസ്റ്റ് കിട്ടി. പിന്നെ അദ്ദേഹം അസിസ്റ്റൻറ്റ് പ്രൊഫസറായി ഈ ജൂൺ മുതൽക്ക്. അപ്പോൾ ക്ലാസ്സൊക്കെ എടുക്കണം. അപ്പോൾ ഞാൻ ആദ്യം എൻ്റെ മകന് ഗ്രീറ്റിങ്സ് അയച്ചിട്ടാണ് നിങ്ങൾക്ക് അയക്കണത് എന്ന് വളരെ സ്നേഹാദരത്തോടു കൂടി അയച്ചത്. അപ്പോൾ ഇന്നലെ അദ്ദേഹം ഈ പറഞ്ഞ സ്ഥാപനത്തിലെ ഒഫീഷ്യൽ ടൂറിന് പോയിട്ടാണ്. അപ്പോൾ ഇനി ഇതിൽ തമാശ എന്താ വെച്ചാൽ, എൻ്റെ മകൻ ഒരു 8th സ്റ്റാൻഡേർഡ് മുതൽക്ക് ഈ എയർ ടിക്കറ്റ് കസ്റ്റമേഴ്സിന് അവരവരുടെ വീട്ടിലെ ഓഫീസിലൊക്കെ കൊണ്ടുപോയി കൊടുത്ത് കാശ് കളക്ട് ചെയ്ത് വന്നിരുന്നു. അപ്പോൾ ഈ പറഞ്ഞ ആൾക്ക് ഇദ്ദേഹത്തിനെ നന്നായിട്ടറിയാം. അപ്പോൾ ഇന്ന് അവൻ്റെ ഹംബിൾനെസ്, അവൻ്റെ റെസ്പോൺസിബിലിറ്റി ഒക്കെ കണ്ടപ്പോൾ ഹി ഗോട്ട് ഇമോഷണൽ. ഞങ്ങളെ രണ്ടാളേനും, അതായത് എന്നെയും എൻ്റെ വൈഫിനെയും അപ്രീഷിയേറ്റ് ചെയ്തിട്ട് നേരം വിളിച്ചാൽ ഒരു മെസ്സേജ്, ഒരു 4:30. അതിൻ്റെ ഹാങ് ഓവറിൽ ഇന്നലെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഭാഗവതം മൂലം പ്രഭാഷണം, അത് ഏറിയാൻ മറന്നു. അത് ആകെപ്പാടെ കൂടിയിട്ട് പിന്നെ പൂവിറക്കാൻ പോയി, ലേറ്റായി, പാലിറക്കാൻ പോയി, അവിടെ വർത്തമാനം പറഞ്ഞു, ഇവിടെ വർത്തമാനം പറഞ്ഞു. റെഗുലറായിട്ട് നോക്കുന്ന ഒരു ഭാഗവത ഭക്തദാസ കുടുംബത്തിൽ ഒരു മുതിർന്ന സഹോദരി വിളിച്ച് ചോദിച്ചു, ഇന്ന് എന്ത് പറ്റി, നാട്ടിലില്ലേ? അപ്പോൾ ഇതൊക്കെ സംഭവിക്കുന്നത് നമ്മുടെ ഈ പരിശ്രമം വിടാൻ പാടില്ല. പരിശ്രമം പറഞ്ഞില്ലേ, പിന്നെ എന്താ പറഞ്ഞത്, പരിശ്രമം, സംഗീത സാഹിത്യ പുരാണ ശാസ്ത്ര പരിശ്രമം വിടാൻ പാടില്ല ഏത് കാര്യത്തിലും.
അപ്പോൾ ഇത് പറയാണ്ട് പോയാൽ ശരിയാവില്ല. അതാണ്. അപ്പോൾ നമ്മൾക്ക് വെയിറ്റ് ആൻഡ് സീ. ജീവിതത്തിൽ നമ്മൾ നന്മ ചെയ്തുകൊണ്ടേയിരിക്കുക മറ്റുള്ളവർക്ക്. എപ്പോഴെങ്കിലും അത് ബൂമറാങ് ചെയ്ത് പിന്നാക്കം തിരിച്ച് വരാതെ ഇരിക്കില്ല. കാരണം ഒരു റബ്ബർ പന്ത് എറിഞ്ഞാൽ ആ എറിയണ സ്പീഡിൽ അത് തിരിച്ചു വരും. അപ്പോൾ ധർമ്മം നടത്തിക്കൊണ്ടിരിക്കുക. അപ്പോൾ ആ ധർമ്മം നമ്മളെ രക്ഷിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ എന്താ അതൊക്കെ പറയാൻ കാരണം, നിരർത്ഥവാദ പ്രതിവാദമില്ല, മറ്റോനെ വേണ്ടാതെ പഴിക്കലില്ല, പൂഞ്ചേലതൻ പുള്ളികൾ നോക്കലില്ല. അതായത് ലൗകികമായിട്ട് ഒരു കാര്യമില്ലാതർത്ഥം. പൂഞ്ചേലതൻ പുള്ളികൾ നോക്കലില്ല, കണ്ണാടി നോക്കിയിടലും ഇല്ല, കണ്ണാടി നോക്കിയിടലുമില്ല ഒരാൾക്കും. എന്താണ്? അതായത് ശാരീരിക എന്താണെന്ന് പറയുക, ഈ ശരീരമാകുന്ന ജഡത്തിൽ ഒരു തരത്തിലുള്ള താല്പര്യമില്ല. ആത്മാഭിരാമന്മാരായി ആത്മാവിൽ രമിക്കുക. അപ്പോൾ വരൻ വിളിച്ചും മക വെച്ചിടാതെ, വരൻ വിളിച്ചും, അതായത് കല്യാണം കഴിക്കാൻ പോകുന്ന ആൾ വിളിച്ചും വക വെച്ചിടാതെ, കരഞ്ഞിടും കുഞ്ഞിനെ നോക്കിയിടാതെ. അതായത് അർത്ഥം പറയാം, ഭർത്താവ് വിളിച്ചതും അറ്റൻഡ് ചെയ്യാത്തവർ സ്വന്തം കുഞ്ഞ് കരഞ്ഞിട്ടും കുഞ്ഞിനെ നോക്കാതെ കൊണ്ടിരിക്കുന്ന അവസ്ഥ. തുറന്നതാം വാതിലടച്ചിടാതെ, തുറന്ന വാതിലുകൾ സമയാസമയത്ത് അടയ്ക്കാതെ കൊണ്ട് ഇറങ്ങിനാർ പെൺമണിമാരമന്തം. ആ അമന്തം എന്നുള്ള വാക്ക് ശരിക്കും കിട്ടണം. അമന്തം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഭഗവാന്റെ ഈ മണിത്തേര് വരുന്ന ശബ്ദം അല്ലെങ്കിൽ ദൂരെ കൊടിക്കൂറ പാറുന്ന കാഴ്ച കണ്ട് ഓരോരുത്തരും ഇല്ലേ. ഇപ്പോൾ ഈ പിന്നെ പണ്ടൊക്കെ ആന നടന്നു വരുമ്പോൾ അതിൻ്റെ ഇപ്പം എല്ലാം ലോറിയിലാണല്ലോ. അപ്പോൾ എല്ലാ ആനകൾക്കും ചങ്ങല ഉണ്ടാവും, അതേമാതിരി മണി ഉണ്ടാവും കഴുത്തിൽ. അതിൻ്റെ ശബ്ദം ഭയങ്കര ഒരു ഹരം തരുന്നതാണ്, ദൂരത്തുനിന്ന് തന്നെ കേൾക്കും. അപ്പോൾ പാടത്തിൻ്റെ വക്കത്തായിരുന്നു എൻ്റെ തറവാട് ഉണ്ടായിരുന്നത്. അവിടെ ഉള്ള സമയത്ത് ഞങ്ങൾ എന്ത് ചെയ്യും, ഇത് കാണാൻ കുറച്ച് ഇറങ്ങി നിന്നാൽ പാടത്തിൻ്റെ ഒരു ഭാഗത്ത് കൂടെ റോഡ് ഇങ്ങനെ പോണ് കാണാം. റോഡ് ഉയർന്നിട്ടാണ്, അതൊക്കെ രസം. അതേമാതിരി കുട്ടിക്കാലത്ത് പട്ടാമ്പി പുഴയിൽ 3-4 ആനകൾ ഒരേ സമയം കുളിപ്പിക്കുന്നുണ്ടാവും പണ്ടത്തെ കാലത്ത്. അപ്പോൾ അതൊക്കെ നിന്നു. അപ്പോൾ വരൻ വിളിച്ചും വക വെച്ചിടാതെ, ഭർത്താവ് എന്ന് അർത്ഥം വരിച്ചവൻ, കരഞ്ഞിടും കുഞ്ഞിനെ നോക്കിയിടാതെ, തുറന്നതാം വാതിലടച്ചിടാതെ, ഇറങ്ങിനാർ പെൺമണിമാർ അമന്തം. പെട്ടെന്ന് ബാലാച്യുതന്മാരുടെ മൗലിയിങ്കൽ, ബാലാച്യുതൻ എന്ന് പറഞ്ഞാൽ കുഞ്ഞികൃഷ്ണൻ എന്നർത്ഥം, കുട്ടിക്കൃഷ്ണൻ എന്നർത്ഥമായി. ബലാച്യുതൻ എന്നാട്ടോ, ബാലല്ല, ബലാച്യുതൻ. ബലരാമനും അച്യുതനും ശ്രീകൃഷ്ണനും മാരുടെ മൗലിയിങ്കൽ ചൊരിഞ്ഞു വെൺമാളിക മോളിലേറി. മട്ടുപ്പാവിൽ നിന്ന് പുഷ്പവർഷം ഭഗവാന്മാരുടെ മേലെ. ബലാച്യുതന്മാരുടെ മൗലിയങ്ങൾ ചൊരിഞ്ഞു വെൺമാളിക മോളിലേറി, പുഷ്പങ്ങൾ വിൺദേവികൾ പോലെ മന്ദസ്മിതം കിളിർക്കും പ്രമദാജനങ്ങൾ. അതായത് മധുരയിലത്തെ ഏറ്റവും സമ്പന്ന വിഭാഗക്കാരെന്നൊക്കെ വേണമെങ്കിൽ അർത്ഥം പറയാം. പുഷ്പങ്ങൾ വിൺദേവികൾ പോലെ, അതായത് സ്വർലോകനാരിമാരെ പോലെ മന്ദസ്മിതം കിളിർക്കും പ്രമദാജനങ്ങൾ. സ്ത്രീകളെ ഇവരേനെ വരവേറ്റുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് പറഞ്ഞത്. പലേടവും വന്നു നിരന്നു കാഴ്ചദ്രവ്യങ്ങൾ കൈകൊണ്ടത് പുണ്യവാന്മാർ. പലേടവും, പല സ്ഥലത്തും. അതിപ്പോൾ ഏത് മാതിരി എന്ന് വിചാരിച്ചാൽ, പല സ്ഥലത്ത് ഈ ആറാട്ട് കഴിഞ്ഞ് ദേവീദേവന്മാർ എഴുന്നള്ളുമ്പോൾ ആ ദേവീദേവന്മാരുടെ വസ്തുവകകൾ നടക്കുന്ന ആൾക്കാർ ഭഗവതീനെ അല്ലെങ്കിൽ ഭഗവാനെ, തേവരെ നിറപറ വെച്ച് സ്വീകരിക്കുന്ന ഒരു പിന്നെ തരക്കാരുണ്ട്. അതാണ് പലേടവും വന്നു നിരന്നു കാഴ്ചദ്രവ്യങ്ങൾ കൈകൊണ്ട് അതിപുണ്യവാന്മാർ പൂജിച്ചു. അതായത് ശ്രീകൃഷ്ണനെ തൊഴാൻ കണ്ട് ഭക്തിയോടുകൂടി പൂജിക്കാൻ സാധിക്കുക എന്ന് പറഞ്ഞത് ജീവിതത്തിൽ ഒരു
അനർഘ സന്ദർഭമായിട്ടാണ് കണക്കാക്കുക. അതുകൊണ്ടാണ് പുണ്യവാന്മാർ എന്നുള്ള ശബ്ദം പുണ്യവാന്മാർ പൂജിച്ചു ഭക്ത്യാദരമാർന്ന് വിശ്വനാഥൻ്റെ മുമ്പാകെ അണഞ്ഞമന്തം. ആ അമന്തം എന്നുള്ളത് ധാരാളം വരുന്നുണ്ട്, മനസ്സിലായില്ലേ? പിന്നെ ആ 102 സർഗത്തിൽ അവസാന ശ്ലോകം 29 പുരാങ്കനാ മൗലികളോർത്തു ഗോപി ജനങ്ങൾ തൻ ജീവിതമാണു ധന്യം. പുരാങ്കന മൗലികൾ, പുരാങ്കന മധുരയിൽ പട്ടണത്തിൽ ജീവിച്ച് വരുന്ന ലലനാമണികൾ ഓർത്തു ഗോപീജനങ്ങൾ തൻ ജീവിതമാണു ധന്യം. ഇതുവരെ ഈ ബലാച്യുതന്മാർ ബലരാമപ്രഭൃതികളുടെയും അച്യുതൻ്റെയും സവിധത്തിൽ ജീവിതം ധന്യമാക്കിയ ആ ഗോപസ്ത്രീകളെ അവരോർത്തു. പുരാങ്കന മൗലികൾ ഓർത്തു ഗോപീജനങ്ങൾ തൻ ജീവിതമാണു ധന്യം. വിളങ്ങും ഈ വിശ്വമനോഹരൻ്റെ കടാക്ഷമേ മാനവജന്മലാഭം. എന്താ പറഞ്ഞത്? വിളങ്ങും ഈ വിശ്വമനോഹരൻ്റെ, വിശ്വത്തിലുള്ള എല്ലാവരുടെയും മനസ്സിനെ ഹരിക്കുന്ന കടാക്ഷമേ മാനവജന്മലാഭം. ഇതിൽ നിന്ന് നമ്മൾ എന്താ മനസ്സിലാക്കുക? ഗുരുവായൂരമ്പലത്തിൽ പോയാൽ മോക്ഷം കിട്ടുന്നതല്ല. പിന്നെയോ ആരാണ് ഏത് തിരക്കിലും അകക്കണ്ണുകൊണ്ട് അന്തര്യാമിയായിരിക്കുന്ന ബ്രഹ്മത്തെ, ബാലാഗ്രശതഭാഗ്യസ് വിസ്തരസ ഏകോ ജീവ, ആ ബ്രഹ്മത്തെ അച്യുതനാണെന്ന് അറിഞ്ഞ് ഇളകാത്ത മനസ്ഥിതിയോടുകൂടി സ്വന്തം പ്രജ്ഞയിൽ ആത്മാരാമനായിട്ടിരിക്കുന്നവരാണ് മാനവജന്മലാഭം എന്ന് പറയണം, എന്നറിയണം. ഇത് ശ്രീകൃഷ്ണകഥാമൃതേ കലികൽമഷനാശനേ ലീലാകാണ്ഡേ ദ്യതീകശതമസർഗ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഉടനെ 103 സർഗം നമുക്ക് തുടങ്ങാം. 103 സർഗം രചകൻ, തുന്നൽക്കാരൻ, സുദാമ, അനുഗ്രഹം. 3 ആൾക്കാർ. രചകൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അലക്കുകാരൻ, തുന്നൽക്കാരൻ, പിന്നെ സുദാമ. ഈ 3 ആൾക്കാരെ അനുഗ്രഹിക്കുകയാണ്. വെള്ളിപ്പുലി മുഖം കെട്ടിച്ചൊരു നൽ ചെറുചൂരലും, വെള്ളി കൊണ്ട് പുലിമുഖം കെട്ടിച്ചൊരു നൽ ചെറുചൂരലും അഴകേന്തിയ പൂമ്പട്ടുപാണ്ഡവും കയ്യിൽ വെച്ചവൻ. ഒരാളുകളെ നടന്നു വരിക. വെള്ളിപ്പുലിമുഖം കെട്ടി നൽ ചെറുചൂരലും അഴകേന്തിയ പൂമ്പട്ടു പാണ്ഡവും കയ്യിൽ വെച്ചവൻ. പൊൻതലപ്പാവുമാർന്നുള്ള രചകൻ കൂട്ടുപാതയിൽ, പൊൻതലപ്പാവ് തലക്കെട്ടൊക്കെയുണ്ട്. രചകൻ കൂട്ടുപാതയിൽ വഴിമാറാതെ നാഥൻ്റെ നേർക്കണഞ്ഞാൻ മതോദ്ധതൻ. അതായത് തലയിൽ ഭാണമൊക്കെ ഉണ്ട്, കയ്യിൽ ചൂരലുണ്ട്. ഈ 3 കൂടി എടുത്ത് എന്നാ പറഞ്ഞത് ബാണ്ട്. അപ്പോൾ പൊൻതലപ്പാവുന്ന രചകൻ കൂട്ടുപാതയിൽ നിന്നാ, കൂട്ടുപാത 2 നേരെ പോകുന്ന പിന്നെ പാതയിൽ വേറൊരു വശത്തുനിന്ന് വന്ന് കൂട്ടണതാണ് കൂട്ടുപാത. 3 കൂടി എടുത്താൽ പറയാം ശരിക്കും കൂട്ടുപാത. ചിലപ്പോൾ 4 ആവാം ക്രോസായിട്ട്. അപ്പോൾ വഴിമാറാതെ നാഥൻ്റെ നേർക്കാണ് ഞാൻ മതോദ്ധതൻ. അയാൾ ആരോ വലിയൊരാളെന്നുള്ള നിലയ്ക്ക് ഈ കുട്ടികളെ അവരുടെ ആകാര ഭംഗി അല്ലെങ്കിൽ ശ്രേഷ്ഠത മനസ്സിലാക്കാതെ ഉണ്ട്, വ്യക്തിവൈഭവം അറിയാതെ ഉണ്ട്, മനസ്സിരുത്താതെ ഉണ്ട് മതോത്തമനായിട്ട് അദ്ദേഹത്തിന് നേരെ വന്നു എന്നാണ് പറഞ്ഞത്. നിറം കൊടുത്ത നൽപട്ടും കൊടുത്ത നൽപട്ടും എന്ന് പറഞ്ഞാൽ ഡ്യൂപ്ലിക്കേറ്റ് നടത്തായി. നിറം കൊടുത്ത പട്ടെന്നാ പറഞ്ഞ വിഷയം. നിറം കൊടുത്ത നൽപട്ടും മറ്റും വിൽപ്പോനുമാണവൻ. തുണി വ്യാപാരം ചെയ്യുന്നവനാണ്. അലക്കിയ പല വസ്ത്രക്കെട്ടും കൊണ്ടനുഗാമികൾ, കൂടെ അലക്കിയ വസ്ത്രങ്ങൾ വിൽക്കുന്നുണ്ട്, ചിലർ കൊണ്ടു കൊടുക്കുന്നവരുണ്ട്. പിന്നാലെ പോരും അവനെ കണ്ട് ദുർമുഖനാണിവൻ. പിന്നാലെ പോരും അവനെ കണ്ടു, ഭഗവാൻ കണ്ടു.
ദുർമുഖനാണിവൻ, നല്ല മുഖമുള്ളവനല്ല എന്ന് ഭഗവാൻ തീരുമാനിച്ചു. ജ്യേഷ്ഠനോടോതിനാൻ മെല്ലെ, ഏട്ടനോട് മെല്ലെ പറഞ്ഞു. യാചിച്ചാനവനോടുടൻ ഞങ്ങൾക്ക് പറ്റിയ വസ്ത്രം തരൂ ചോദിച്ചു. അതാണ് യാചിച്ചാനവനോടുടൻ പൂമ്പൊട്ടുകളെടുത്തു ഞങ്ങൾക്കിടോ രജകപുങ്കവ, കച്ചവട താല്പര്യമുള്ളവനെ, അലക്കുകാരാന്നൊക്കെ അർത്ഥം പറയും. പൂമ്പൊട്ടുകളെടുത്തു ഞങ്ങൾക്കിടോ രജകപുങ്കവ, 7-8 തരും ഇന്നിത്തിളങ്ങും കസവുള്ളവ. ഞങ്ങൾ ഒരു 7-8 കുട്ടികളുണ്ട്. അവർക്ക് 7-8 തരും മിന്നിത്തിളങ്ങും കസവുള്ളവ, ഞങ്ങൾക്കാണിവ യോജിപ്പന്നിവരോതുന്നു സർവരും. ഉത്സവത്തിനു പോകുമ്പോൾ കരുതിയിടാൻ മറന്നുപോയി. കുറച്ച് നാട്ടുവർത്തമാനം പറഞ്ഞു. ഞങ്ങളിപ്പോൾ ഉത്സവം കാണാനാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നാളെ ഉത്സവമാണ്. അപ്പോൾ ഞങ്ങൾ ഈ പൊന്ന് കസവുള്ളതൊന്നും ഞങ്ങൾ കരുതിയിട്ടില്ല. അപ്പോൾ തന്നെ കണ്ടു, ഒരു 7-8 തന്നാൽ തർക്കമില്ല പറഞ്ഞു. ഞങ്ങൾക്കാണിവ യോജിപ്പന്നിവരോട് ഓതുന്നു സർവരും. ഉത്സവത്തിനു പോകുമ്പോൾ കരുതിയിടാൻ മറന്നുപോയി. അമ്മാമൻ്റെ ധനുര്യാഗം കാണാൻ ഞങ്ങളെയൊക്കെയും ക്ഷണിച്ചാൻ പോവതും പിന്നെ കാണാൻ വിഷമമായി വരും. ഇപ്പം അത് കണ്ടിട്ടില്ലെങ്കിലേ ധനുര്യാഗം പിന്നെ കാണില്ല. അപ്പോൾ ഞങ്ങൾക്ക് വിഷമമുണ്ടാവും. ഇനി വീട്ടിൽ പോയിട്ട് പിന്നെ നല്ല വസ്ത്രങ്ങൾ കൊണ്ടുവരാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ ക്ഷണിച്ച് അപ്പോൾ പറഞ്ഞു, അമ്മാമൻ്റെ ധനുര്യാഗം കാണാൻ ഞങ്ങളെയൊക്കെയും ക്ഷണിച്ചാൻ പോവതും പിന്നെ കാണാൻ വിഷമമായി വരും. വേഗം തന്നാൽ നിനക്കേറെ നന്മയാണല്ലോ, നന്മയാണ്. അല്ലെങ്കിലോ അവിടെയാണ് ഈ ടേണിംഗ് പോയിൻ്റ് കഥ. വേഗം തന്നാൽ നിനക്കേറെ നന്മയാണ്, അല്ല എങ്കിലോ ജീവൻ പോവുന്നർത്ഥം. കാരണം ദുർമുഖനാണ് എന്ന് ഭഗവാൻ വിചാരിച്ചു കഴിഞ്ഞാൽ പിന്നെ അങ്ങനത്തെ ഒരു വെച്ചുകൊണ്ടിരിക്കില്ല. ഏട്ടനോട് പറഞ്ഞു കഴിഞ്ഞു 4-ാമത്തെ ശ്ലോകത്തിൽ. അതാണ് അമ്മാമൻ്റെ ധനുര്യാഗം കാണാൻ ഞങ്ങളൊക്കെയും ക്ഷണിച്ചാൻ പോവതും പിന്നെ കാണാൻ വിഷമമായി വരും. വേഗം തന്നാൽ നിനക്കേറെ നന്മയാണ്, അല്ലയെങ്കിലോ 2-ാം തരം നന്മയാകും, അത് മറ്റൊരു മട്ടില. ഈ ഒരു അവതരണം ഞാൻ ആദ്യം കേൾക്കുകയാണ്. അതായത് വേഗം തന്നാൽ നിനക്കേറെ നന്മയാം, അല്ലെങ്കിലോ 2-ാം തരം. 1-ാം തരം നമുക്ക് തരിക, പിന്നെ 2-ാം തരം ദശുണ്ടോ? 2-ാം തരം നന്മയാകും, അത് മറ്റൊരു മട്ടിലാം, നെഗറ്റീവാകും എന്നർത്ഥം. സമ്പൂർണ്ണകാമൻ ഈ വണ്ണം. എന്താ ഈ സമ്പൂർണ്ണകാമൻ എന്ന് പറഞ്ഞാൽ? ഈശ്വരൻ കാമനകളില്ലാത്തവനാണ്, അതുകൊണ്ടാണ് സമ്പൂർണ്ണകാമനാവുന്നത്. അപ്പം നമ്മൾ കാമനകളില്ലാണ്ട് സമ്പൂർണ്ണ കാമത്വത്തോടു കൂടി എനിക്ക് ഈശ്വരനേക്കാൾ വലുതായിട്ട് വേറെ ഒന്നും കാമിക്കാനില്ല എന്നൊരവസ്ഥ ഉറക്കണം. ഈശ്വരൻ്റെ കസ്റ്റഡിയിൽ ഞാൻ എത്തിക്കഴിഞ്ഞാൽ എൻ്റെ വൈഭവങ്ങളൊക്കെ അദ്ദേഹം നോക്കും, ഇല്ലേ? അപ്പോൾ സമ്പൂർണ്ണകാമനീവണ്ണം മുമ്പിൽ യാചിച്ചു നിൽക്കവേ, ഈ പ്രപഞ്ചത്തിൻ്റെ ഉടയോനാണ് കെഞ്ചി നിൽക്കുന്നത്. അതുകൂടി നമ്മൾ മനസ്സിലാക്കണം. സമ്പൂർണ്ണകാമനീവണ്ണം മുമ്പിൽ യാചിച്ചു നിൽക്കവേ, കൊടുത്തില്ല മഹാപാപി എന്നല്ല ഈ വിധം മോദിനാൻ. കൊടുത്തില്ല എന്നുള്ളൊരു തെറ്റ്, പിന്നെ കുൽസിത ബുദ്ധിയോട് കുറച്ച് ചീത്തി വിളിച്ചു. അപ്പോൾ പിന്നെ പണിഷ്മെൻറ്റ് കിട്ടാണ്ടിരിക്കുമോ? കൊടുത്തില്ല മഹാപാപി എന്നല്ല ഈ വിധം മോദിനാൻ. എങ്ങനെ? രാജസേവകൻ എന്നുള്ളിൽ അഹങ്കാരം മുഴുത്തവൻ. രാജാവിൻ്റെ പ്രതിനിധിയാണ്. അതാണ് ആ ചൂരൽ, പിന്നെ വെള്ളി കെട്ടിയ ചൂരലും പുലിനകം കെട്ടിയതെന്നൊക്കെ പറഞ്ഞില്ലേ, ഒരു അംശപടി എന്നൊക്കെ പറയും. അംശപടി എന്ന് പറഞ്ഞാൽ അവകാശം കാണിക്കുന്നത് എന്നർത്ഥം. രാജസേവകനെന്നുള്ളിൽ അഹങ്കാരം മുഴുത്തവൻ ഈ വിധം കസവും മറ്റുമുള്ള പട്ടുകൾ തന്നെയോ. നിങ്ങൾ ഈ കണ്ട കാട്ടുജാതിക്കാരാന്ന് തോന്നും. നിങ്ങൾക്ക് ഈ രാജകീയ പട്ടുകൾ ഞാൻ തരേ? കിട്ടിയത് തന്നെ. എങ്ങനെയുണ്ട്? ഈ വിധം കസവും മറ്റുമുള്ള പട്ടുകൾ തന്നെയോ നിത്യവും നിങ്ങൾ ചുറ്റിയിടുന്നതോർക്കാതിനി മിണ്ടല. നിങ്ങൾ സാധാരണ
ഡ്രസ്സുകളാണ് നിങ്ങൾ ഇടുന്നത്. അല്ല പിന്നെ സാധാരണ നിത്യവും നിങ്ങൾ ചുറ്റിയിടുന്നതോർക്കാതെ കാതിനി മിണ്ടല, ഇനി മിണ്ടിപ്പോരുത്, ഇത് വേണമെന്ന് പറയുന്നത് അർത്ഥം. വഴിമാറിപ്പോവുക ഞാൻ ആരെന്നറിയില്ലയോ. വഴിമാറുടെ പൈതങ്ങളെ ഞാൻ ആരറിയൂ നിങ്ങൾക്ക്? പോരെ. മഹാരാജാവിനും മറ്റും നിത്യം വെള്ള കൊടുപ്പവൻ, ജീവിപ്പാൻ ആശയുണ്ടെങ്കിൽ ഓടിക്കൊള്ളുവിനേ വരും. മഹാരാജാവിനും മറ്റും വെള്ള കൊടുപ്പവൻ എന്ന് പറഞ്ഞാൽ അലക്കി തേച്ചത് കൊണ്ട് കൊടുക്കുന്ന ആൾക്കാരെ ഞങ്ങൾ, രാജാക്കന്മാർക്ക്, രാജകുടുംബക്കാർക്ക്. അത് നിങ്ങൾക്ക് തരില്ല. മഹാരാജാവിനും മറ്റും നിത്യം വെള്ള കൊടുപ്പവൻ, ജീവിപ്പാൻ ആശയുണ്ടെങ്കിൽ ഓടിക്കൊള്ളുവനേ വരും. 7-8 ആളുണ്ടാണ് നിങ്ങളെ വഴിമാറി ഓടിക്കോളും ജീവൻ കിട്ടണമെങ്കിൽ. അല്ലെങ്കിൽ എല്ലാവരെയും തല്ലിച്ചിടും ഒരേ തരം. ഒരേപോലെ തല്ലുന്ന പറഞ്ഞതേ. അല്ലെങ്കിൽ എല്ലാവരെയും തല്ലിച്ചിടും ഒരേ തരം. തല്ലിച്ചിടും ഞാനല്ല, എനിക്കതിനെ പറ്റിയ ആൾക്കാരുണ്ട്, സേവകന്മാരുണ്ട് എൻ്റെ. പിടിച്ചു കെട്ടി രാജാവിന് മുമ്പിൽ ഏൽപ്പിച്ചിടും ക്ഷണം. നിങ്ങളെ പിടിച്ച് കെട്ടി കൈയൊക്കെ കൂട്ടി കെട്ടി 8 ആളേനും കൂടി കൊണ്ടുപോയിട്ട് നല്ല പടപ്പിക്കും, ശിക്ഷിപ്പിക്കും, ചിരിക്കേണ്ട. അപ്പോൾ ഇവർ കുറച്ച് ചിരി തുടങ്ങി. നല്ല ആളോടാ. മുമ്പിൽ നിൽക്കുന്ന 2 ആൾക്കാരുണ്ടല്ലോ, പൂതന, പിന്നെ അകാസുരൻ, ഇനി ഏതൊക്കെ ഉണ്ടോ അവരേനൊക്കെ കൊന്ന മഹാന്മാരാ 2 ആളും. അവരോട് പോയിട്ടാണ് ഈ പരിപാടിയില്ലേ. ശിക്ഷിപ്പിക്കും, ചിരിക്കേണ്ട, നിന്നോടാണുര ചെയ്യൂ ഞാൻ. ഭഗവാനോടെ ചിരിക്കുന്നു വേണ്ടോ. നിന്നോടാണുര ചെയ്യൂ ഞാൻ, ഈ മട്ട ആക്ഷേപമോതിയിടും രചകൻ്റെ കഴുത്തുടൻ, അറിഞ്ഞില്ല ഏവരും നുള്ളി വീഴ്ത്തിനാൻ ദേവകീസുതൻ. പറഞ്ഞ് അവസാനിക്കണതിൻ്റെ മുമ്പേ എന്താണ് സംഭവിക്കണതെന്ന് അറിയാതെ കണ്ട് ആ രചകൻ്റെ തല പൂനുള്ളി താഴ്ത്തിട്ടു മാതിരിയായി. എന്താ ചെയ്യുക? അറിഞ്ഞില്ലയെ വരും നുള്ളി വീഴ്ത്തിനാൻ ദേവകീസുതൻ, അവൻ്റെ കൂട്ടുകാരെല്ലാം വസ്ത്രഭാണ്ഡങ്ങളൊക്കെയും വലിച്ചെറിഞ്ഞോടി എങ്ങോ വെറും ജീവിതകാംക്ഷികൾ. ഞങ്ങൾക്ക് ബാണവും വേണ്ട, ഒന്നും വേണ്ട, വിട്ടോ. അവരുടെ കൂടെയുള്ളവരൊക്കെ ബാണങ്ങൾ വലിച്ചെറിഞ്ഞു പോയി. തങ്ങൾക്ക് വേണ്ടവയെടുത്തുടൻ മറ്റുള്ളതൊക്കെയും വലിച്ചെറിഞ്ഞോടി എങ്ങോ വെറും ജീവിതകാംക്ഷികൾ. അപ്പോൾ ഇവരെന്ത് ചെയ്തു? 7 കുട്ടികളുണ്ടല്ലോ. തങ്ങൾക്ക് വേണ്ടവയെടുത്തുടൻ മറ്റുള്ളതൊക്കെയും പാവങ്ങളെ വിളിച്ച് അമ്പാർന്നേകിനാൻ പത്മലോചനൻ ഭഗവാൻ. കാരണം ഭഗവാനെ സംബന്ധിച്ചിടത്തോളം ബ്രഹ്മാവിൻ്റെയും ഇന്ദ്രൻ്റെയും അഹങ്കാരമില്ലായ്മ ചെയ്ത ആളാണ്. എന്നിട്ട് വേണ്ട ഇയാളുടെ. അപ്പോൾ അവരവർ ഈ 7-8 കുട്ടികൾക്ക് വേണ്ടതൊക്കെ എടുത്തു, ബാക്കിയുള്ളതൊക്കെ പാവങ്ങളെ വിളിച്ച് കൊണ്ടുപോയിക്കൊള്ളിന്ന് പറഞ്ഞു. പാവങ്ങളെ വിളിച്ച് അമ്പാർന്നേകിനാൻ പത്മലോചനൻ, ഓണപ്പുടവയും ചുറ്റി നിന്നു കൈകൂപ്പിയവരും. കിട്ടിയവരെ ഓണപ്പുടവൊക്കെ ചുറ്റി നമസ്കാരം പ്രഭു എന്ന് പറഞ്ഞു. സന്തോഷമാർന്നുകൊണ്ട് ഉണ്ണിത്തമ്പുരാന്മാർ ജയിക്കണം എന്നോതി നിർനിമേഷന്മാർ. കണ്ടു നിന്നവർ ജയ് വിളിച്ചു ഈ കുട്ടികൾക്ക്. സന്തോഷമാർന്നുകൊണ്ട് ഉണ്ണിത്തമ്പുരാന്മാർ ജയിക്കണം. പറഞ്ഞു മനസ്സിലായില്ലേ? സന്തോഷമാർന്നുകൊണ്ട് ഉണ്ണിത്തമ്പുരാന്മാർ ജയിക്കണം എന്നോതി നിർനിമേഷന്മാർ മിന്നും ശ്രീമുഖ പങ്കജം. അതായത് ഭഗവാനോട് എന്നോതി നിർനിമേഷമാർ മിന്നും ശ്രീമുഖ പങ്കജം. ഭഗവാന്റെ